സ്തോത്രം. Praise the Lord. മഹോദര രോഗം വന്ന് കർത്താവിനാൽ സൗഖ്യമായതേപ്പറ്റി ഒരു സാക്ഷി പറയാൻ മാത്രം ഞാൻ നോക്കിയാണ്. I am standing here before you to testify to the Lord how He healed me from the disease. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യനാണ്. I was born in a Hindu family. എനിക്ക് ക്രിസ്തുവിനെ പറ്റിയോ ക്രിസ്തുമാർഗത്തെ പറ്റിയോ ശരിയായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. I had no knowledge, no proper knowledge about Christianity or Christ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ സഹോദരിയോട് ചേർന്ന് അടുത്തുള്ള ഒരു ക്രിസ്തീയ വീട്ടിൽ ഞാൻ വിളയാടിക്കൊണ്ടിരിക്കുമ്പോൾ, While I was a child, I was playing with my sister in a nearby house. അവിടെ ആ വീട്ടിലിരുന്ന ഒരു വലിയ വേദപുസ്തകം കണ്ട് അതൊരു പെട്ടിയാണെന്ന് വിചാരിച്ച് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സഹോദരിയോട് കരഞ്ഞു. I found there a big Bible and I thought it to be a big box, and I asked for it and I was weeping for it. അപ്പോൾ എൻ്റെ പെങ്ങളെന്നോട് പറഞ്ഞു, അത് മാപ്പിളമാരുടെ വേദപുസ്തകമാണ്, അത് നോക്കിയാൽ കണ്ണുപൊട്ടിപ്പോവും എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. My sister consoled me saying that it is the Bible of the Mapla Christians, and if you look at this book, your eyes will be spoiled or you would become blind. ഞാൻ ചെറിയ കുട്ടി ആയിരുന്നതുകൊണ്ട് മാപ്പിളമാരുടെ വേദപുസ്തകം എടുക്കുകയോ നോക്കുകയോ ചെയ്താൽ കണ്ണു പൊട്ടിപ്പോകുന്നു ഞാൻ വളർന്നു വരുന്നതോറും ഞാൻ ധരിച്ചുകൊണ്ടേയിരുന്നു. So I cherish this sort of a false notion that if I look at this Bible, I would become blind. ഞാൻ கொஞ்சம் പഠിച്ച കൂടെയും ക്രിസ്ത്യാനിയുടെ ഒരു കടലാസ് വായിക്കോ ക്രിസ്ത്യാനിയുടെ പ്രസംഗം കേൾക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. Even while I was studying, I had no desire to read any article about Christianity or to look into the books of Christianity. അങ്ങനെ ഞാൻ ക്രിസ്തുമാർഗത്തോടും ക്രിസ്തുവിനോടും ഒരു ശത്രുവിനെ പോലെ ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നു. So I was almost like an enemy to Christianity and Christians. എന്റെ ചെറുപ്രായത്തിൽ എന്റെ അപ്പൻ മരിച്ചുപോയതിനാൽ എന്റെ സഹോദരന്മാരും എന്റെ അമ്മയും എന്നെ വളരെ സ്നേഹിച്ച് വളർത്തി കൊണ്ടുവന്നു. Since I lost my father while I was a very small child, I was a pet to my mother and my sisters and brothers. ലോകപ്രകാരമുള്ളതായ കളിവിളയാട്ടുകൾക്കൊന്നിനും എന്നെ അയച്ചിട്ടില്ല. They never allowed me to participate in the play of the small children of the worldly people. വീട്ടിൽ നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ എന്നെ അയച്ചിട്ടുമില്ല. They did not send me away from home. ആയതുകൊണ്ട് എനിക്ക് നല്ല അറിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. So I was unable to gain proper knowledge about the world and the worldly affairs. അതേ സമയത്ത് ഹിന്ദുമതപ്രകാരമുള്ളതായ ആചാരങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ച് ഞാനത് ആചരിച്ചുകൊണ്ടേയിരുന്നു. So, but I was strictly instructed about the ways of Hinduism and the traditions of Hinduism. ഞാൻ രാമായണം, ഭാഗവതം, ഭാരതം, ഭഗവത്ഗീത ആദിയായിട്ടുള്ള പുസ്തകമെല്ലാം കുറെ പഠിച്ചിട്ടെല്ലാം ഉണ്ട്. I learned a bit of Ramayana, Bhagavad Gita and various other Hindu doctrinal books. മാത്രമല്ല ഒരു ചെറിയ ഭക്തനെ പോലെയൊക്കെ ഞാൻ ചെറുപ്രായത്തിലെ വളർന്നു വരികയും കൂടെ ചെയ്തു. Not only that, I also led a life of a saintly man. ഞാൻ കുളിക്കുവാനും കുടി തൊടുവാനും വെള്ളം ജപിച്ചു കുടിക്കാനും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പഠിച്ചിരുന്നു. I also learned the way how I should take a bath, the ritual bath and various other ritual things. ഹിന്ദു മതപ്രകാരമുള്ള ഭജനകൾ നടത്തുവാനും മറ്റെല്ലാം എന്നെ ഒരു മുമ്പിൽ നിൽക്കുന്ന ആളിനെ പോലെ വച്ചിരുന്നു. I was also made to undertake this sort of bhajana and various other ritual activities. അങ്ങനെയെല്ലാം ഇരുന്നത് കൊണ്ട് എനിക്ക് ക്രിസ്തുമാർഗത്തെ കുറിച്ച് ഒന്നും അറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല. So I had no chance to come to know about Christ or Christianity. എന്നാലും ഞാൻ വളർന്നു വന്നപ്പോൾ എനിക്ക് ദേശമെല്ലാം കാണുന്നൊരു വാഞ്ചയുണ്ടായി. So while I grew up, I had a desire at the bottom of my heart to visit various parts of the country. വീട്ടിൽ അറിയിച്ചാൽ എന്നെ അയക്കുകയുമില്ല. But if I asked for permission, the people of my house would never allow me to go. ആദ്യം ഞാൻ എന്റെ സ്നേഹിതന്മാരോട് ചേർന്ന് 9 മാസക്കാലം എസ്റ്റേറ്റിൽ പോയി മറഞ്ഞിരുന്നു. So I went with my brethren to the estate and hid myself there. ആ കാലത്ത് എനിക്ക് ഒരു വ്യാധി ഉണ്ടായി. At that time,
I contracted a disease. ആ രോഗത്തിൽ നിന്ന് അവിടെ തന്നെ മരുന്നെല്ലാം ചെയ്തിട്ട് എനിക്ക് സൗഖ്യമുണ്ടായില്ല. In spite of treatment, I could not get healed. അവസാനമായി എസ്റ്റേറ്റിൽ നിന്ന് എനിക്ക് கொஞ்சம் കാശെല്ലാം തന്ന് എന്നെ അയച്ചു. I was given some money from the estate people and I was sent home. ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ അമ്മയുമെല്ലാം ബസ് സ്റ്റാൻഡിൽ വന്ന് കരഞ്ഞുകൊണ്ട് എന്നെ എടുത്തുകൊണ്ടെന്ന് വീട്ടിൽ കട്ടിലിൽ കിടത്തി. My mother and the other people came to the bus stop and took me home. അങ്ങനെ ഒരു 3 വർഷക്കാലം ധാരാളം മരുന്നെല്ലാം ചെയ്തതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. My memory is still green how I underwent a treatment for about 3 years. എല്ലാവിധ മരുന്നുകളും വളരെ നാളുകൾ ചെയ്തിട്ടും എന്റെ രോഗത്തിന് ശമനം ഉണ്ടായിരുന്നില്ല. In spite of costly medical treatment, I experienced no healing whatsoever. എന്റെ കണ്ണുകൾ രണ്ടും കൂടെയും അങ്ങ് വീർത്ത് മുട്ട പോലെ ആയിട്ട് എനിക്ക് കാഴ്ചയില്ലാതെ വന്നു. My eyes became bulging and I was losing sight gradually. എന്റെ ശരീരം തന്നെ വീക്കമായി വളർന്ന് ഒരു കട്ടിൽ നിറച്ചായി മാറി. My body also became very bulky and it was almost to occupy a full cot. പല ഡോക്ടർമാരും എനിക്ക് മരുന്ന് ചെയ്തിട്ട് കടസിയായി എന്നെ ഡോക്ടർ തലയത്ത് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു വിട്ടു. Even the doctors rejected me or refused to accept me because they had no hope of my getting healed. അക്കാലത്ത് ഡോക്ടർ തലയത്ത് ഇന്ത്യയിലെ ഒരു വലിയ ഡോക്ടറായിരുന്നു. And Dr. Talit was a great doctor, very well-known doctor in India at the time. അവർ എന്നെ ഉപേക്ഷിച്ചു വിട്ടതുകൊണ്ട് ഇനി മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തി. Since he, that is the very well-known doctor himself, had rejected, the people took me home without any hope of a cure. ആ കിടക്കയിൽ ഞാൻ ഒരു 18 മാസക്കാലം തിരിഞ്ഞു നടക്കാൻ കഴിയില്ലാതെ വീണ്ടും കിടന്നു. I was bedridden for about 18 months without having any ability to turn the other side. എന്റെ കട്ടിലിന്റെ മീതെ ഒരു കയർ കെട്ടി തൂക്കിയിട്ട് അതിൽ മേൽ മാത്രം കൈ പിടിച്ചുകൊണ്ട് നനങ്ങുന്നല്ലാതെ എനിക്ക് അനങ്ങുവാൻ നിവൃത്തിയില്ല. A rope was hanging over my cot and I was unable to catch onto the cot just to rise up. എന്റെ ഞരക്കുന്ന ശബ്ദം തന്നെയും കേൾക്കുന്നത് എന്റെ അമ്മയ്ക്ക് കൂടെ അസഹ്യമായി തീർന്നു. My mother could not bear to hear my groaning. അമ്മ പലപ്പോഴും ദൂരെ പോയിരുന്നുകൊണ്ട് എന്റെ ദൈവമേ എന്റെ കുഞ്ഞിന്റെ ജീവനെ എടുപ്പിക്കണമേ എനിക്ക് അവനെ കാണുവാൻ കഴിയില്ല എന്ന് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും. My mother used to go a bit away and used to pray to the Lord that my life should be taken away. എന്റെ അയൽവാസികളും മറ്റുമെല്ലാം വന്ന് കാണുന്നവരെല്ലാം വന്ന് കണ്ടിട്ട് മൂക്കിന്മേൽ കൈവച്ചിട്ട് ദൈവമേ ഈശ്വര ഇത് ആര് ചെയ്ത പാപം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I have also witnessed the sight of my neighbors coming to see me and going away without any hope in utter distress and despair. എനിക്ക് തന്നെയും സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ കൊടക്കമ്പിയോ മറ്റോ എടുത്ത് എന്റെ കയറങ്ങ് കുത്തിക്കിരിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. I even told that when you experienced excruciating pain, I was tempted to pierce my stomach with the rod of an umbrella. മാത്രമല്ല എന്റെ ജന്മനക്ഷത്രം നാളെയും ഞാൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാംഗം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് മരിക്കുമെന്ന് പറഞ്ഞ് എന്റെ സ്വന്തക്കാർ കാത്തിരുന്നിട്ടുണ്ട്. My relatives were waiting for my death on the day of my birthday according to the calendar. ഇനി പത്യമൊന്നും നോക്കണ്ട എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞ സ്വന്തക്കാരെല്ലാം ആഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് എന്റെ കട്ടിലിന്റെ അടുക്കൽ വെച്ചിട്ടുണ്ട്. The relatives left all idea about absorbing the conditions of food and other things, and they started giving me any kind of food available. ഒന്നും തന്നെ ഭക്ഷിക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. I had no ability to eat any sort of food whatsoever. മാത്രമല്ല ഭൂമിയിലുള്ള സൂര്യപ്രകാശം കാണുവാനും കൂടെ എനിക്ക് വളരെ വാഞ്ചയുണ്ടായിരുന്നു. I had even the desire to see the sunlight. എന്നാൽ മരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഭയവും കൂടെ ഉണ്ടാകുമായിരുന്നു. But while I heard about death, while I thought about death, I was struck by fear. മരിച്ചാൽ നരകത്തിൽ പോകുന്നുള്ള ഭയവും കൂടെ എനിക്കുണ്ടായിരുന്നു. I had even the fear of going to the hell if I died. കാരണം പാപികൾക്ക് നരകം 28 ആണെന്ന് ഭാഗവതത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. Because I had learned from Bhagavatam that
the sinners will have to occupy the 20th number of the hell. ഇത് ആ നരകത്തിന്റെ എല്ലാ വിധികളും കൂടെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. I had also learned about the conditions, the rules and regulations of hell. ഞാൻ മരിച്ചാൽ അതുപോലുള്ള നരകത്തിൽ പോകുമല്ലോ എന്നുള്ള ഭയം എന്നെ ബാധിച്ചുകൊണ്ടിരുന്നു. Because I was overtaken by fear of going to the hell if I die. അങ്ങനെ ഞാൻ മരണത്തെ പറ്റി ഭയന്നിരുന്ന ഒരു മനുഷ്യനാണ്. I was a man overtaken by fear of death. എന്റെ കിടക്കുന്ന അടുക്കൽ മനുഷ്യരില്ലാതെ വരുമ്പോൾ പിശാച് നിൽക്കുന്നു എന്ന് എനിക്ക് ഭയം വന്നു പോകുമായിരുന്നു. Even I had the hallucination of seeing a devil standing by me while other people were absent at nearby my bed. ഞാൻ തനിയെ ഇരിക്കുമ്പോൾ ശബ്ദം കേൾക്കുകയോ ഒരു മരത്തിന്റെ ഇലയാടുകയോ ചെയ്യുമ്പോൾ പിശാച് എനിക്ക് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. I have also feared on hearing the tussle of the leaves, thinking that it was only devil. ഇങ്ങനെ ഭയങ്കര ഭയമുള്ള ഒരു മനുഷ്യനായും കൂടെ ഞാൻ ഇരുന്നു. So fearful a man I was. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിന്റെ കാര്യമേ എനിക്കറിയാൻ, ക്രിസ്തുവിനെ കൊണ്ടുള്ള കാര്യം എനിക്കറിയാനും വയ്യ. But at the same time, I did not have any knowledge about Christ or Christianity. എന്റെ വീട് റോഡ് വക്കത്തായിരുന്നുകൊണ്ട് ഒരിക്കൽ പെന്തക്കോസ്തുകാർ എന്നെ കാണുവാൻ വീട്ടിൽ വന്നു. Since my house was situated nearby the road, Pentecostal people came over to my house to see me one day. അപ്പോൾ എന്നെ കണ്ടാൽ എന്റെ രണ്ട് കൈകൾ എടുത്തു പിടിക്കുവാൻ കഴിയാത്ത വയറുണ്ട്. My stomach was so bulging that I could not cover with my own two hands. ഈ ഗ്ലാസിനെ നോക്കുന്ന പോലെ എന്റെ വയറിങ്ങനെ പളവെടുത്തുകൊണ്ടിരുന്നു. My stomach was so crystal as the shining as the glass itself. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താകുന്നു ആ ദൈവമക്കൾ എന്റെ വീട്ടിൽ വന്നത്. At such a juncture, the people of God came to my house. അവർ എന്നെ കണ്ടുകൊണ്ട് കുറെ നേരം ഒന്നും സംസാരിക്കാതെ നിന്നുകൊണ്ടിരുന്നു. They could not even talk on seeing my state of affairs. അപ്പോൾ അവരിൽ ചിലർ ശബ്ദമില്ലാതെ സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി. I heard that they were silently praising God. എന്നാൽ ഒരു എന്നുള്ള ശബ്ദമല്ലാതെ അവരുടെ സ്തോത്രം എന്നുള്ള ശബ്ദം എനിക്ക് വിളങ്ങിയില്ല. I heard only the hissing sound but not the praising sound. അപ്പോൾ ഇവർ ഏതോ മന്ത്രം ചെയ്യാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. So I thought that they are uttering some magic words. അങ്ങനെ അവർ ചെയ്തതല്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. I came to know that they were not doing any such thing at all. അവർ എന്റെ അമ്മയോട് എത്ര നാളായെന്നും എന്ത് വ്യാധിയാണെന്നും എല്ലാം ചോദിച്ചു. They made a proper inquiry about my death, my sickness and other things. അമ്മയെല്ലാം സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അവർ എന്നോട് ശാന്തമായി സംസാരിച്ചു. After gaining a due knowledge about my state of affairs, they started talking to me. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കർത്താവായ യേശു ഇങ്ങനെയുള്ള രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. They told me that Jesus Christ touched people who had contracted this disease and healed them. അതിന് ഉദാഹരണമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം എന്നെ വായിച്ചും കേൾപ്പിച്ചു. They also read out to me a portion from the Bible. It's first verse of St. Luke 14th chapter. മഹോദരമുള്ള ഒരു മനുഷ്യൻ യേശു ഇരുന്ന ഇടത്തുണ്ടായിരുന്നു. യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായി. A man who had contracted Rhapsody disease, and when he was touched by the Lord, he was healed. മാത്രമല്ല യേശു മരിച്ചുപോയവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നും കൂടി അവർ എന്നോട് പറഞ്ഞു. They also told me that Jesus Christ had risen, quickened, raised the dead people. യേശു മറ്റനേക വ്യാധിക്കാരെ സുഖമാക്കുന്നുങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്നു. They also made me understand that Jesus Christ had healed other sickness also. അവർ എന്നോട് സംസാരിക്കുന്ന ആ പദങ്ങൾ ഞാൻ സന്തോഷത്തോടെ കേട്ടതല്ല. I did not take delight in hearing their words. എന്നാൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നതിൽ ഒരു അമ്മ കണ്ണും നിറഞ്ഞ് കണ്ണീരോടെ കരയുന്നത് ഞാൻ കണ്ടു. I also saw a mother shedding tears on hearing their words. അപ്പോൾ ആ അമ്മ എന്തിനാണ് എനിക്ക് വേണ്ടി കരയുന്നത് എന്ന് ഞാൻ അവരെ ശ്രദ്ധിച്ചു. I attended to that mother and asked her why she was weeping about me. ഞാൻ കണ്ണു തുറന്ന അമ്മയെ നോക്കിയപ്പോൾ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് കർത്താവിനെ കുറിച്ച് ശാന്തമായി എന്നോട് സംസാരിച്ചു. While I opened my eyes, the mother came near my bed and started talking to me about the Lord. ആ അമ്മയുടെ സംസാരം എന്റെ ഹൃദയത്തിന് വളരെ ഒരു മുറിവുണ്ടാക്കുന്ന പോലെ ഒരു ദുഃഖത്തെ ഉണ്ടാക്കി. But the words of the mother created great sorrow in my heart, and I was moved with pity. ആ അമ്മ ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യമാക്കി തന്നു. The mother also
made me understand that I was a sinner. ഉടനെ ഞാൻ പാപി എന്ന് പറഞ്ഞു, ഞാൻ കരയാൻ തുടങ്ങി. I acknowledged and I confessed that I was a sinner and started weeping. ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഏങ്ങി കരഞ്ഞു. I started weeping and groaning. അപ്പോൾ എന്റെ പാപങ്ങളെ ഓരോന്ന് അവർ ഏറ്റുപറയാൻ എന്നോട് പറഞ്ഞു. She asked me to confess my sins one after another. അപ്പോൾ ഞാൻ കർത്താവേ, ഞാൻ പാപിയാകുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞു. I said that I was a sinner, O Lord. ഇതുവരെയും എന്റെ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. I also asked for pardon of all the sins I had committed. ഇനി എനിക്ക് ആയുസ് തന്നാൽ ഞാൻ ദൈവത്തിനായി ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. I also made a decision that if I was restored, if I was healed, I would live for the Lord only. ഞാനിങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ തീരുമാനിച്ച ഉടനെ, when I had made this decision before the Lord, ആ ദൈവമക്കൾ ആത്മാവ് നിറഞ്ഞ് ശബ്ദം ചലിക്കുന്ന കൈകൾ എന്റെ വയറിന്മേൽ വെച്ച് പ്രാർത്ഥിച്ചു. The people of God were filled with the Holy Ghost and placed their hands on my stomach. അവർ പ്രാർത്ഥിച്ച ആ ശബ്ദം കേട്ട് എന്റെ അടുത്തുള്ള ആ വീട്ടുകാരെല്ലാം ഓടി വന്നു. On hearing the voice of prayer, all the nearby the people of my neighborhood came to my house. അപ്പോൾ ഞാൻ മരിച്ചു പോയിട്ട് എല്ലാവരും ഇവിടെ കരയുന്നതാണെന്ന് നിனைച്ചുകൊണ്ടാണ് ദേശത്തുള്ളവരെല്ലാം ഓടി വന്നത്. They came under the supposition that I had died and the people were lamenting. ജനമെല്ലാം ഒന്ന് ഓടി എന്നെ നോക്കുമ്പോൾ ഞാൻ കണ്ണ് തുറന്നുകൊണ്ടിരിക്കും. But when the people came there, I opened my eyes. അങ്ങനെ ഈ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. While the people were praying for me, the Lord wrought a great miracle. ആ അത്ഭുതം ദൈവം ഒന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിരക്കിൽ ക്രിസ്ത്യാനിയായിരിക്കില്ലായിരുന്നു. If the Lord had not wrought this miracle on that day, I would not have been a Christian today. ഞാൻ ക്രിസ്ത്യാനിക്ക് ഒരു പുറജാതി മാത്രമായിരുന്നു. I was only a great Gentile to the Christianity. യേശുവിന്റെ നാമത്തിൽ കൈകളെ വെച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതമായി ക്രിയ ചെയ്തു. When they placed their hands in the name of Jesus brought a great miracle. ഒരു 2 നാൾ കഴിഞ്ഞിട്ടല്ല, not after 2 days. ആ സമയത്ത് തന്നെ ദൈവം എനിക്ക് വേണ്ടി ക്രിയ ചെയ്തു. In the very same time, the Lord wrought a great miracle. അതുവരെയും വിശ്വസിക്കാതിരുന്ന യേശുവിനെ ഞാൻ എന്റെ സ്വന്തം രക്ഷകനായി വിശ്വസിച്ചു. I accepted the Lord as my personal Lord and Savior. പ്രാർത്ഥനയ്ക്ക് കണ്ണു തുറന്നപ്പോൾ എന്റെ രോഗത്തിന് പരിപൂർണ്ണ When I സൗഖ്യമുണ്ടായിരിക്കുന്നു. opened my eyes after prayer, I was completely healed. ആ ദൈവം സർവശക്തനായ ദൈവം. The Lord is the omnipotent Lord. യേശു സർവശക്തിയുള്ള ദൈവമാകുന്നു. Jesus Christ is the omnipotent God. ആ യേശു മൂലമായി എന്നെ സൗഖ്യമാക്കി. The Jesus Christ healed me. ഇപ്പോൾ ഏതാണ്ട് 29 വർഷമായി കർത്താവ് എന്നെ അത്ഭുതമായി വഴി നടത്തും. For the last nearly about 29 years, Jesus Christ is guiding me and leading me through. ആ നാഴിക മുതൽ ഇതുവരെയും എന്റെ ശരീരത്തിൽ ഒരു മരുന്നും ചെയ്തിട്ടില്ല. So from that moment, I have never taken any medicine. യേശു അത്ഭുതം ചെയ്യുന്ന ദൈവം. Jesus Christ is a marvel, a wonder-working Lord. യേശു പാപികളെ രക്ഷിക്കുന്ന ദൈവം. Jesus Christ saved the sinners. യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം. Jesus Christ healed the sick. അതുമാത്രമല്ല പരിശുദ്ധമായി ജീവിക്കാൻ കൃപ തരുന്ന ദൈവം. Not only that, He gives grace to lead a holy life. മാത്രമല്ല മറ്റു 3 ജനത്തെ പറ്റി ഭാരമുണ്ടാക്കി തരുന്ന ദൈവം. Not only that, He also has a responsibility on who cares for the perishing generation. അത് മാത്രമല്ല ലോക ഇമ്പങ്ങളെ വെറുക്കുവാൻ പറയുന്ന ദൈവം. Not only that, He asks the people to hate the pleasures of the world. കർത്താവ് എന്നെ സൗഖ്യമാക്കിയ ഉടനെ When the Lord healed me, ഞാൻ എന്റെ വീട്ടിലുള്ളവരെ കൂടെ വിട്ട് ഞാൻ ദൈവമക്കളോട് ചേർന്ന് വന്നു. I left my whole family people behind and joined under the people of God. ദൈവമക്കളോട് ചേർന്ന് വന്നപ്പോൾ എത്ര സന്തോഷം. When I joined the people of God, how great a joy it is. ഇന്നും കൂടി എന്റെ ഹൃദയത്തിന്റെ സന്തോഷം എനിക്ക് നിങ്ങളെ എടുത്ത് കാണിക്കാൻ നിവർത്തിയില്ല. I am at a loss to explain the measure of joy I am enjoying during this എന്റെ day. ഹൃദയം തുറന്നു നോക്കിയാൽ സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം. When you look at my heart, it is a heart filled with the immeasurable joy and peace. യേശു മുഖാന്തരമായി ഇത്ര വലിയ സന്തോഷം എനിക്ക് തന്നതിനാൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. I am grateful to the Lord for having given me this sort of peace. മാത്രമല്ല എനിക്ക് നല്ല ബുദ്ധി ചൊല്ലി തരുവാനായി ദൈവത്തിന്റെ വിശുദ്ധന്മാരെയും കൂടെ ദൈവം തന്നു. Not only that, God has given me saints to instruct me and counsel me and guide me. ദൈവത്തിന്റെ പേരുടെ പങ്കാളിയാക്കിയും കൂടെ എന്നെ വേർതിരിച്ചുകൊണ്ടു. Not only that, He has called me and separated me to do His ministry. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവം എനിക്ക് നല്ലവനായിരുന്നു. During the past, the Lord has
been a good Lord unto me. മേലാലും എന്റെ ദൈവം എനിക്ക് നല്ലവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that hereafter also the Lord is a good Lord unto me. കർത്താവ് വരുമ്പോൾ അവനോട് മഹിമയിൽ പോകാൻ ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കുന്നു. I have the firm hope to be caught up in the coming of the Lord with him. എന്നെ കേൾക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. All my listeners, I invite you to the salvation through Jesus യേശു Christ. പാപികളെ രക്ഷിക്കുന്നു. Jesus Christ saved the sinners. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. Jesus healed the sick. യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. Jesus Christ gives anointment with യേശു പരിശുദ്ധന്മാർക്ക് വേണ്ടി വേഗം വരും. He is coming soon.